നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2026 ആണ്ട് ഏവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. 2026 എന്ന വർഷത്തിന്റെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെയാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. 2026 എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഓരോരോ നക്ഷത്രക്കാരുടെ പ്രത്യേകം ഫലങ്ങളെ പറഞ്ഞു പോകാം. ഇപ്പോൾ നമുക്ക് തൃക്കേട്ട നക്ഷത്രക്കാരുടെ 2026 എന്ന പുതുവർഷത്തിന്റെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം 8-9 ഭാവങ്ങളിലായിട്ടാണ് നിൽക്കുന്നത്. കണ്ടകശ്വനി ദോഷങ്ങളോ മറ്റോ ഇല്ല. 4-ാമിടത്ത് രാഹു സഞ്ചരിക്കുന്നുണ്ട്. ഭാഗ്യാനുഭവങ്ങൾ ചിലപ്പോൾ മറഞ്ഞും തെളിഞ്ഞും വന്നേക്കാം. വെല്ലുവിളികൾ നിറഞ്ഞ ചുമതലകൾ ധൈര്യപൂർവ്വം ഏറ്റെടുക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകും. അന്യനാട്ടിൽ പഠിപ്പിനനുസരിച്ചുള്ള ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. വൈകിട്ടാണേലും സ്വന്തം കഴിവുകൾ മറ്റുള്ളവർ മനസ്സിലാക്കുന്നതാണ്. കുടുംബത്തിൽ നിന്നും സ്വീകാര്യത കൈവരിക്കാൻ സാധിക്കുന്നതാണ്. സ്വന്തമായി കമ്പനി സ്ഥാപനമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരങ്ങൾ ലഭിക്കുന്നതാണ്. 4-ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കാൽ മനഃശക്തി ചിലപ്പോൾ കുറവ് വന്നേക്കാം. വീട് വാങ്ങുക, വീട് നിർമ്മിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് അല്പം തടസ്സമൊക്കെ വന്നേക്കാം. വാഹനത്തിന്റെ കാര്യത്തിലും ഇതേ അവസ്ഥ തന്നെ ഉണ്ടായേക്കാം. മക്കളുടെ പ്രവർത്തനങ്ങളൊക്കെ ചിലപ്പോൾ ദുരൂഹമായി തോന്നിയേക്കാം. തന്മൂലം മനസ്സിന് അല്പം വിഷമതകളും ഉണ്ടായേക്കാം. അനുരാഗ കാര്യങ്ങളിൽ കൂടുതൽ ഹൃദയ ഐക്യം വരുന്നതാണ്. വിവാഹമൊക്കെ തീരുമാനം നീളുന്നതാണ്. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ധനു, മകരം, മേടം, കർക്കിടകം, ചിങ്ങം, കന്നി എന്നീ മാസങ്ങളൊക്കെ കൂടുതൽ ശുഭഫലങ്ങളെ നൽകുന്ന മാസങ്ങളാണ്. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് വർഷത്തിന്റെ ആദ്യ പകുതി വീട്, വാഹനം എന്നീ കാര്യങ്ങൾക്കുള്ള കൂടുതൽ അനുകൂല സമയമാണ്. വർഷത്തിന്റെ 2-ാം പകുതിയിൽ ആരോഗ്യപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിലും വിദ്യാർത്ഥികൾക്ക് 2-ാം പകുതി അനുകൂല സമയമാണ്. ഇനി നമുക്ക് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ദശാകാലത്തെ ഒന്ന് പരിശോധിക്കാം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ബുധദശയാണ് ആദ്യം വരുന്നത്. ഏകദേശം 10 വയസ്സ് വരെ ബുധദശ എന്ന കണക്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഏകദേശം 17 വയസ്സ് വരെ കേതുർദശ, ഏകദേശം 37 വയസ്സ് വരെ ശുക്രദശ, ഏകദേശം 43 വയസ്സ് വരെ സൂര്യദശ, ഏകദേശം 53 വയസ്സ് വരെ ചന്ദ്രദശ, ഏകദേശം 60 വയസ്സ് വരെ ചൊവ്വാദശ, ഏകദേശം 71 വയസ്സ് വരെ രാഹുർദശ, അതിനുശേഷം വ്യാഴദശ. 2026 കേതുർദശ, സൂര്യദശ, ചൊവ്വാദശ, വ്യാഴദശ എന്നീ ദശാകാലങ്ങളുള്ള ആയില്യം നക്ഷത്രക്കാർക്ക് കൂടുതൽ അനുകൂലപ്രദമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും. മറ്റ് ദശാകാലങ്ങളുള്ളവർ ദോഷപരിഹാരത്തെ നിർബന്ധമായിട്ടും ചെയ്യുക. എല്ലാ തൃക്കേട്ട നക്ഷത്രക്കാർക്കും 2026 വളരെ നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ജ്യോതിഷം തുടങ്ങിയ എല്ലാ ഭാരതീയ ശാസ്ത്രങ്ങൾ സംബന്ധിച്ചുള്ള വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.